ഹല്ലേലൂയ അല്ലേ. ഒന്നുകൂടെ ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. എൻ്റെ ചോദ്യമല്ല, ഇത് ആ മൂന്ന് സഹോദരിമാരുടെ ചോദ്യമാണ്. കല്ലറയുടെ മുന്നിൽ നിന്ന് ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടിക്കളയും? ഹല്ലേലൂയ. എന്നീ ശബ്ദം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുവാണ്, ചില ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കല്ലുകളെ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം മൂവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്വർഗം അതിനെ ഉരുട്ടി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ആർ നമുക്ക് വേണ്ടി ഉരുട്ടിക്കളയും? ഇതാ പലപ്പോഴും നമ്മുടെ ചോദ്യം, ആർ നമുക്ക് വേണ്ടി ഉരുട്ടും? അല്ലേ, നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. എൻ്റെ കുടുംബക്കാർ ചിലപ്പോൾ എൻ്റെ വിഷയത്തിന് വേണ്ടി ഇടപെടുമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ എൻ്റെ വിഷയത്തിന് വേണ്ടി ഇടപെടുമായിരിക്കും. എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ എൻ്റെ വിഷയത്തിന് വേണ്ടി ഇടപെടുമായിരിക്കും. എൻ്റെ സഹവിശ്വാസി എൻ്റെ വിഷയത്തിന് വേണ്ടി കൈത്താങ്ങുമായിരിക്കും. പക്ഷേ ഇന്ന് പകൽ പ്രതീക്ഷിച്ചവരാരും ചിലപ്പോൾ വരികയില്ല. ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാണ്, പ്രതീക്ഷിക്കുന്നവരാരും ആ കല്ലെ കൈ താങ്ങത്തില്ല. പ്രതീക്ഷിക്കാത്തവൻ്റെ കരം ഈ ദിവസങ്ങൾ നിങ്ങളെ കാണാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ആമേൻ. പ്രതീക്ഷിക്കാത്തവന്റെ കരം വലിപ്പമേറിയ കല്ലുകളെ ഉരുട്ടി നീക്കുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ നടുവിൽ വെളിപ്പെടുവാൻ പോകുക. വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടി ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കട്ടെ. യെസ്, ഹോളി സ്പിരിറ്റ്. റീമാനമ ഷെഗേനിയ റീബത് ശമനഗഡഗ ശംദൽ കമനഗഡഗ ഷൈഡ പ്രൗഡിബിരിഗഡഗ റഗൽ കമനഗഡഗസെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇവരെ കല്ലുരുട്ടി മാറ്റാൻ, ആമേൻ, ഇവരാര് ഞങ്ങളെ സഹായിക്കുമെന്ന ചിന്തയുടെ മൂന്ന് പേരും ഇവിടെ വരിക. അരിമത്തേക്കാരനായ യോസേഫിൻ്റെ കല്ലറയിലേക്ക് വരിക. ഇനി ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് വരിക. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നത്? ഞാൻ ആ ചോദ്യം, ആമേൻ, ഇങ്ങനെ കേൾക്കുമ്പോൾ, അവരുടെ പരസ്പരമുള്ള ചോദ്യത്തെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്ത്, എന്തുകൊണ്ടാണ് കർത്താവേ ഇവരിങ്ങനെ ഈ പരസ്പരം പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ആരെ കല്ലുരുട്ടി മാറ്റും? ഞങ്ങളങ്ങ് ഉരുട്ടിയാൽ നീങ്ങത്തില്ലേ അത്? ഹല്ലേലൂയ. എന്നാ ഈ മൂന്ന് പേരും കൂടെ ഒന്ന് തീരുമാനിച്ച പോരെ. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് അവരുരുട്ടിയാ നീങ്ങുന്ന കല്ലല്ല. ഹല്ലേലൂയ. അല്ലേ, എല്ലാ കല്ലും നമ്മൾ ഉരുട്ടിയാൽ പോകത്തില്ല. എന്നാൽ പിന്നെ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് വൈകുന്നേരം വരത്തില്ലായിരുന്നു. ചില കല്ലുകൾ നിങ്ങൾ ഉരുട്ടിയിട്ട് പോവാത്തോണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സ്വോത്രമൊന്നും വരുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേക്കണം, എല്ലാ കല്ലും നമ്മൾ ഉരുട്ടിയെ പോകത്തില്ല. അപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ചിലപ്പോൾ എല്ലാം പോകണമെന്നൊന്നും ഇല്ല. ആമേൻ. കർത്താവിൻ്റെ കരം വരാനെടുത്ത കർത്താവിൻ്റെ കരം വന്നേ പറ്റൂ. ദൈവം തൊടേണ്ടിയെടുത്ത ദൈവം തൊടണം. ഇന്നിതിന് ഈ ശബ്ദം കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എല്ലാ കല്ലും നമ്മൾ തള്ളിയപ്പോൾ പോവുമായിരുന്നെങ്കിൽ പിന്നെ ഈ വൈകുന്നേരം ആമേൻ ഈ ചിറ്റൂർ റോഡിൽ വന്നിങ്ങനെ കാത്തുകെട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവ് ഞാൻ പറയാൻ, ചിലത് ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നീക്കാൻ പോവുക. ആർക്കും നീക്കാൻ കഴിയാത്ത ചിലതിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മുൻപിൽ നിന്ന് ഉരുട്ടി നീക്കുന്ന ചില അസാധാരണ ദൈവപ്രവർത്തികൾ ഇന്ന് പകലിൽ കമോൺ നിനക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തട്ടെ. ശമന റിഗദന ജലഘടക ലഗസിയംതന റീബത് ശമനഘടക ശംദൽ കമനഘടക രഗതിയംതന റീബൽ പ്രൗഡിമിനി ഘടക രക്ഷസ് കമനഘടകസെ യേശുവിന്റെ നാമത്തിൽ ജയ. ഹല്ലേലൂയ. അല്ലേ, അപ്പോൾ എല്ലാ കല്ലും നമ്മൾ ഉരുട്ടിയാൽ നീങ്ങത്തിൽ നമുക്കത് തന്നെ അറിയാം. ഞാൻ ഈ ഭാഗത്തിലോട്ട് ഇങ്ങോട്ട് കയറി വരട്ടെ. എന്താ ദൈവത്തിൻ്റെ വചനം പറയുന്നതെന്നറിയാമോ? അപ്പം ഞാനിതിനെക്കുറിച്ച് ഇങ്ങോട്ട് ചിന്തിച്ച്, കർത്താവേ നീ 16-ാം അധ്യായത്തിൽ പറയുന്നല്ലോ 3 പേർ, ഒന്ന് മഗ്ദലക്കാരത്തി മറിയ, മറ്റൊന്ന് യാക്കോബിൻ്റെ അമ്മ മറിയ, മറ്റൊന്ന് ശലോമോ. അപ്പം ഞാനിങ്ങനെ കർത്താവ്, മറ്റാർക്കും ഇല്ലാത്തൊരാവേശം എന്തിനാ ഈ മഗ്ദലക്കാരത്തി മറിയൊക്കെ ഉണ്ടായേ? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അത്? ആമേൻ. 3.5 വർഷം പേര് വിളിച്ച് ഇതിനേക്കാളും കൂടുതൽ കൊണ്ട് നടന്നൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് പത്രോസാ. പുള്ളിക്ക് പോലും ഇത്രയും വലിയ ആവേശമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല അല്ലേ? പുള്ളിക്ക് പോലും ഇത്രയും വലിയ ആവേശമില്ല. ആമേൻ. പിന്നെ കൂടെ ഉണ്ടായിരുന്ന മാറോട് ചേർന്നിരുന്ന മാറിലെ ചൂട് അനുഭവിച്ചൊരു യോഹന്നാനുണ്ട്. ഇത്രയും ചൂട് കണ്ടില്ല. ആമേൻ. ആ പ്രഭാതത്തിൽ എന്തേ ഈ ബൈബിൾ ഇങ്ങനെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഇവർ ഓടി വരികയാണ്. ഹല്ലേലൂയ. എവിടെയാ എത്തിയേ? യേശുവിൻ്റെ ശരീരം അടക്കി വച്ചിരിക്കുന്ന ആമേൻ ഒരു കല്ലറയുടെ അടുക്കലേക്ക് ഓടി വരികയാ. കൂടെ 12 പേര് കൊണ്ടു നടന്നതല്ലേ, ഒരുത്തം പോട്ടെ, ബാക്കി 11 ഉണ്ടല്ലോ, വന്നൂടായിരുന്നോ? ആമേൻ. ഞാൻ നിങ്ങളോട്
എന്നോട് പറയാ, അവർ പറയും നേരം പുലരട്ടെന്നേ, ഇച്ചിരൂടെ ഒന്ന് ഉറങ്ങട്ടെന്നേ. പക്ഷെ എന്തോ മഗ്ദലക്കാരത്തി മറിയെ നോക്കുമ്പോൾ അവൾ പറയുക, നിങ്ങൾ ആരും വന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോകാൻ പോവാ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചോ, എന്നാ കർത്താവേ, ബാക്കി ആർക്കും ഇല്ലാത്തൊരാവേശം ഈ പാവം മഗ്ദലക്കാരത്തി മറിയിക്കൊണ്ട് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാന്നറിയാമോ? ബാക്കിയുള്ളവരാ പോലെയല്ല മഗ്ദലക്കാരത്തി മറിയ. അവൾ എന്നെ സ്നേഹിക്കുന്നത് അനുഭവത്തിൽ നിന്നുണ്ടാ. പഠിച്ചു വന്നവരും അനുഭവിച്ചു വന്നവരും ഒക്കെ വെവ്വേറെയാണ്. ശ്രദ്ധിക്കണം. കർത്താവ് എന്നോട് പറഞ്ഞൊരു ആശയമുണ്ട്. ആശയമൊന്നല്ല, അതിനകത്ത് അതിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 9 വായിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കാം. ഒരാഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. ആദ്യം കല്ലറയ്ക്കലെത്തിയ സ്ത്രീ ആരാ? മറിയ. ആദ്യം യേശു പ്രത്യക്ഷനായത് ആർക്കാ? മറിയയ്ക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? അപ്പം ഞാനിങ്ങനെ കർത്താവേ, എന്നാ ഇവൾക്ക് തന്നെ ആദ്യം. സത്യം പറയാലോ, ഉറക്കം പോലും വരാതെ രാവിലെ എഴുന്നേറ്റ് മറ്റു 2 പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടി എവിടേക്ക് വരിക? യേശുവിൻ്റെ ശരീരം കിടക്കുന്നിടത്തേക്ക്. എന്തിനു വന്നോ? ഒന്ന് കാണാനും കയ്യിൽ കരുതിയ സുഗന്ധ വർഗ്ഗങ്ങളെ ഒന്ന് പൂശുവാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാനിങ്ങനെ കർത്താവേ, എന്താ മറ്റാർക്കും ഇല്ലാത്ത ആവേശം? കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, അവള് കിടന്ന കിടപ്പ് നിനക്കറിയാമോ? 7 ഭൂതങ്ങൾ വെറുക്കപ്പെട്ടവളായി ജീവിച്ചവളാ. എന്നാൽ കർത്താവായ യേശു പറയും, ഞാൻ അവളുടെ ജീവിതത്തെ തൊട്ടപ്പോൾ 7 ഭൂതങ്ങൾ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ അനുഭവിച്ചവരുടെ ദൈവസ്നേഹം വ്യത്യസ്തമാണ്. ഇന്ന് പകൽ പഠിച്ചിട്ട് വന്നവരെക്കാൾ, അറിഞ്ഞിട്ട് വന്നവരെക്കാൾ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയാണേലും കർത്താവിന് വേണ്ടി നീ ഓടും. ഇത് പഠിപ്പല്ല ദൈവസ്നേഹം, ഇത് ചില അനുഭവങ്ങളാ. ദൈവസ്നേഹം പറഞ്ഞതല്ല, ദൈവസ്നേഹം പഠിച്ചതല്ല, ഇത് ചില അനുഭവങ്ങളാകട്ടെ. യോഹന്നാനേക്കാൾ മുന്നേ ഓടും. ഇന്ന് പകം നിന്നെ നിർത്തുന്നത് പഠിപ്പല്ല, നിന്നെ നിർത്തുന്നത് ചില ശബ്ദങ്ങളല്ല, നിന്നെ നിർത്തുന്നത് നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളാ. ചുമ്മാതല്ല, ബാക്കി ആരും വന്നില്ലല്ലോ. ഈ സ്ത്രീ യേശുവിനെ കാണാൻ വേണ്ടി ഓടി വന്നേ. ഇപ്പൊ പിടികിട്ട് 7 ഭൂതങ്ങളെ പുറത്താക്കിയ പാവം സ്ത്രീ. ഹല്ലേലൂയ. ആ സഹോദരി പറയാ, ഭൂതം പിടിച്ച് ചാകാൻ വേണ്ടി കിടന്നതാ, പക്ഷെ കർത്താവിനെ കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെയാണ് എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട്, ഇന്ന് വൈകിയ സമയത്ത് നിങ്ങളോട് പറയട്ടെ, അനുഭവങ്ങളോട് ഇരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവത്തെ വിട്ടുമാറാൻ കഴിയത്തില്ല നിങ്ങൾക്ക്. അനുഭവങ്ങളിലൂടെ കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് യേശുവിനെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഇന്ന് പകല അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എത്ര പേരുണ്ട് യേശുവിനെ അനുഭവത്തിലൂടെ സ്നേഹിക്കുന്നവർ? എത്ര പേരുണ്ട് യേശുവിനെ സാക്ഷ്യത്തിലൂടെ സ്നേഹിച്ചു നിൽക്കുന്നവർ? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുക, അതൊരു പ്രത്യേക അനുഭവം. പലരും തള്ളിയാലും, പലരും ഒറ്റിയാലും, പലരും വിറ്റ് കളഞ്ഞാലും നിനക്ക് യേശുവിനെ വിടാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ജയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവരൊക്കെ വ്യത്യസ്തമാണ്. ആമേൻ. 20 വെള്ളിക്കാശിനെ വിറ്റ യൂദായെ പോലൊന്നുമല്ല. തരം കിട്ടുമ്പോൾ വിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരെല്ലാം വിറ്റാലും എന്തൊക്കെ ഒതുക്കിയാലും യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ യേശുവിൻ്റെ കൂടെ കാണും. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ട് മഗ്ദലന മറിയ വെളുപ്പാരാവിലെ എഴുന്നേറ്റ് 5 മണിയായപ്പോഴേ യേശുവിൻ്റെ കല്ലറയുടെ അടുക്കലേക്ക് വന്ന് യേശുവിനൊന്ന് കാണണം, യേശുവിനൊന്ന് കാണണം. ഇവർ പറഞ്ഞ വാക്ക്, ഇവർ പറഞ്ഞ ചിന്ത, ഇവർ പറഞ്ഞ കാര്യം എന്നറിയാമോ? എന്തുകൊണ്ടാ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റം, ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റം? ഈ ചോദ്യത്തിൻ്റെ മറുപടി ഞാനിങ്ങനെ വേദപുസ്തകം വായിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് പിടികിട്ടിയ. 3 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നേരം നിങ്ങളുടെ ചില കല്ലുകളൊക്കെ കർത്താവ് ഉരുട്ടി മാറ്റും. ഹല്ലേലൂയ.
അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. മൂന്ന് കാരണങ്ങളാണ് കർത്താവ് എനിക്ക് തന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് യൂട്യൂബിൽ കേട്ട് കാണും. വർഷങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ആണ്ടുകളൊക്കെ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ട് കാണുമെങ്കിലും ആവർത്തന വിരസത തോന്നണ്ട. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കുക. ശേഷം വച്ച കല്ലുണ്ടെങ്കിൽ അതും ഇന്ന് കർത്താവ് എടുത്ത് മാറ്റട്ടെ. പഴയ പ്രസംഗം പഴയ കല്ല് പോകാനായിരുന്നെങ്കിൽ ഇന്ന് പുതിയ പ്രസംഗം പുതിയ കല്ലുകൾ പോട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. ഓക്കെ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നു. 3 കാരണങ്ങളാണ് പരിശുദ്ധാത്മാവ് ആമേൻ എന്നോട് സംസാരിച്ച 3 കാരണങ്ങൾ. ഇവർ ചോദ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്താ? ആ കാരണങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്കൊന്ന് വരണം. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്കൊന്ന് വരാം. അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരണം. ആമേൻ. 1-2 കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഞാൻ പെട്ടെന്നൊന്ന് എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വരാം. അതിൻ്റെ 60-ാമത്തെ വാക്യമൊന്ന് ശ്രദ്ധിക്കാം. താൻ പാറയിൽ വെട്ടിച്ചിരുന്ന കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വച്ചിട്ട് പോയി. എനിക്ക് വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കല്ല് ചെറുതല്ല, കല്ല് വലുതാ. 1-ാമത്തെ കാരണം അതൊരു വലിയ കല്ലായിരുന്നു. കേട്ടോ എല്ലാവരും? ആമേൻ. എന്തുകൊണ്ടാണ് ഇവരെ പറഞ്ഞ് നമുക്ക് വേണ്ടി കല്ലിട്ടെന്ന് പറഞ്ഞതിൻ്റെ ആശയം കാരണം എന്നാ? 1-ാമത്തെ റീസൺ, ഈ കല്ല് വലുതാ. പ്രൈസ് ഗാഡ്. ഈ കല്ലെന്തുവാണ്? വലുത്. ഞാനൊരു കാര്യം, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ആമേൻ ഈ കല്ല് ഉരുട്ടി വെച്ചത് ഇവർ കണ്ടു. ശരിയല്ലേ? 1-2 ചിന്ത ഇതിനകത്തുണ്ട്. ചില കല്ല് മാറണമെങ്കിൽ ഈ ചിന്തയിലൂടെ നിങ്ങൾ കയറി വരണം. ആമേൻ. ഇവിടെ ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയും പാസ്റ്റർ എനിക്ക് കല്ലൊന്നുമില്ല, കിഡ്നിയിലും കല്ലില്ല, പിന്നെ പിത്താശയത്തിലും കല്ലില്ല, ഒരിടത്തും കല്ലില്ല, വീട്ടിലും കല്ലില്ല. ഈ കല്ല് നിന്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളാണ്. ജോലിക്കുള്ള തടസ്സം, ജീവിതത്തിനുള്ള തടസ്സം, വീടിനുള്ള തടസ്സം, നീ പ്രാപിക്കേണ്ട നന്മകൾ കാണാൻ കഴിയാതെ ഉരുട്ടി വെച്ചേക്കുന്ന പല കല്ലും. അതാ ഞാനത് രാത്രി പ്രസംഗിക്കുന്നത്. അല്ലാതെ 1, 2, 3 ടണ്ണിൻ്റെ പാറക്കല്ലിനെ കുറിച്ചല്ല. അത് പ്രസംഗിച്ച് എന്നാ ചെയ്യാനാ? എനിക്ക് നിങ്ങൾക്ക് എന്നാ ചെയ്യാനാ? ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേക്കണം. കിഡ്നി കല്ലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചില കല്ല് ഇന്ന് രാത്രി ഉരുണ്ട് മാറണം. കാരണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് കാണാൻ കഴിയാതെ മറച്ചു പിടിച്ചേക്കുന്ന കല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ കൊതിച്ചാഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരത്തില്ലെന്ന് പറഞ്ഞ് ഇടയിൽ കിടക്കുന്ന ചില കല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി ചിലത് ഉരുണ്ടേ മതിയാകത്തുള്ളൂ. ഈ വൈകിയ സമയത്ത് ചിലത് ആമേൻ മൂവ് ചെയ്ത് മതിയാകത്തുള്ളൂ. ഇനി അത് നിന്റെ കൺമുൻപിൽ വേണ്ട, ഇനി അത് നിന്റെ ജീവിതത്തിൽ വേണ്ട. ഇന്ന് വൈകിയ സമയത്ത് ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാം. യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. അപ്പം ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. ഇത് എപ്പോഴാ ഈ സംഭവം നടക്കുന്നത്? യോസേഫ് തൻ്റെ ശരീരം എടുത്ത് നിർമ്മലശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന പുതിയ കല്ലറയിൽ എന്ത് ചെയ്തു? വച്ച് കല്ലറയുടെ വാതിലുകൾ വലിയ കല്ല് ഉരുട്ടി വച്ചിട്ട് പോയി. ശ്രദ്ധിക്കണം. അപ്പോൾ ഉരുട്ടി വച്ചത് ആര് കണ്ടു? എൻ്റെ ഭാഷയിൽ പറഞ്ഞ മഗ്ദലന മറിയം കണ്ടു, യാക്കോബിന്റെ അമ്മ മറിയ കണ്ടു, ശലോമ കണ്ടു, പ്രിയപ്പെട്ട അന്ന് ശവസംസ്കാര തടങ്കിലുണ്ടായിരുന്ന എല്ലാവരും കണ്ടു. എന്നാ കണ്ടു? കല്ല് വലുതാ. എന്നിട്ട് 3-ാം ദിവസം അതിരാവിലെ ഇവർ വല്ല ചെറുക്കന്മാരെ വിളിച്ചോണ്ട് വരണം. എന്നിട്ടും കല്ല് വലുതാന്ന് കണ്ടിട്ടും ഇവര് 3 പേരും കൂടെ മറ്റാരെയും വിളിക്കാതെ, ഒരു പുരുഷനെ കൂടെ കൂട്ടാതെ ഇവർ ഒരുമിച്ച് വന്നു എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് എന്നോട് സംസാരിച്ചൊരു വാക്കുണ്ട്. എടാ റജി പാസ്റ്ററെ, അവര് 3 സ്ത്രീകളാ. അവരെ കണ്ടതാ കല്ലിന് വലിപ്പമാ. എന്നിട്ടും അവർ എൻ്റെ അടുത്ത് വന്നെങ്കിൽ അവർക്ക് പത്രോസിനേക്കാൾ വിശ്വാസം എന്നയാ, അവർക്ക് യോഹന്നാനേക്കാൾ വിശ്വാസം എന്നയാ, അവർക്ക് യാക്കോബിനേക്കാൾ വിശ്വാസം എന്നയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തും ആരുടെയൊക്കെ പറയുന്നു, ലോകത്തിലുള്ള വിശ്വാസം വേണ്ട, നീ ക്രിസ്തുവിൽ വാ. ഓ എന്നാ പത്രോസിനെ കൂട്ടു വിളിക്കാത്ത? യേശു എന്നോട് പറഞ്ഞ അവരെക്കാൾ എന്നെ അവർക്ക് വിശ്വാസമുണ്ടെന്ന്. യോഹന്നാനോട് എന്നെ വിളിച്ചുകൊണ്ട് വരാത്ത? അവരെക്കാൾ എന്നെയാണ് വിശ്വാസം.
വിശ്വസിക്കുന്ന ചില തലമുറകളെ സ്വർഗം കാണട്ടെ. കല്ല് വലുതാന്നറിഞ്ഞിട്ടും കൂട്ടിനാളെ കൂട്ടാതെ ഈ പാവം സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിൽ, യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞിരിക്കുന്ന ഇടത്തേക്ക് ഓടി വന്നെങ്കിൽ, ആമേൻ, നാവുകൊണ്ടൊരു വാക്ക് പറയുന്നു, ആർ ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടം. എങ്കിലും അവർ വന്നതിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങൾ പോകുന്നത് യേശുവിൻ്റെ അടുക്കലാ. ഹല്ലേലൂയ. ഈ കല്ല് വലിയ കല്ല അല്ലേ? അപ്പോൾ ഈ കല്ല് ആരുരുട്ടിക്കളയുമെന്ന് ഇവർ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം ഇത് അവർ ചിന്തിക്കുന്നതിനേക്കാളും വലിയ കല്ലാണ്. പലപ്പോഴും നമ്മളും തന്നെ മറ്റുള്ളവരോട് ചില വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? നമ്മളെ കൊണ്ട് അതിന് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ശരിയല്ലേ? നമ്മളെ കൊണ്ട് അതിന് പരിഹാരം കിട്ടാത്തതുകൊണ്ട് ചിലരോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പരിഹാരം കിട്ടുമായിരുന്നെങ്കിൽ അത് മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ആമേൻ. ഈ 3 പേരും കൂടെ പറയും, ആർ നമുക്ക് വേണ്ടി മാറ്റും? എങ്കിലും ഒരു വിശ്വാസം പോകുന്നത് യേശുവിൻ്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ വിശ്വാസത്തെ കർത്താവ് കാണുന്നുണ്ട്. വരാൻ കാണിച്ചൊരു മനസ്സില്ലേ, അത് തമ്പുരാൻ അറിയുന്നുണ്ട്. ആ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ വരാൻ കാണിച്ചൊരു മനസ്സില്ലേ, സ്വർഗം അത് കാണുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ഹൃദയത്തെ ദൈവം അറിയുന്നു. ചില വിടുതലുകൾ നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാം. ഓ റിഖമനമനവശിയാന്തന റീഗൽ പ്രൗഢിബിരി ഘടക രക്ഷസ്കമന ഘടക ശാന്തൽ കമന ഘടകസി. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം കല്ല് വലിപ്പമേറിയ കല്ല് അല്ലേ? വലിയ കാര്യങ്ങൾ, വലിയ വിഷയങ്ങൾ കണ്ടിട്ടും കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാതെ വരാൻ പറ്റത്തില്ല. വിശ്വാസമില്ലാത്തവൻ പത്രോസിനെ വിളിച്ചുകൊണ്ട് വരും, വിശ്വാസമില്ലാത്ത തോമാസിനെ കൂടെ വിളിച്ചുകൊണ്ട് വരും. പുള്ളിക്ക് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, പുള്ളിത്തെ തള്ളി നീക്കെങ്കിലും ചെയ്യുമല്ലോ, കാരണം അത്രയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ കുഴപ്പം. AD 52 പുള്ളി അങ്ങോട്ട് കയറിയേ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും തൊട്ട് നോക്കിയാലേ ദൈവപ്രവൃത്തി കണ്ടാലും ഇന്ന് ആർക്കും വിശ്വാസമില്ല. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ആമേൻ. ദൈവപ്രവൃത്തി കണ്ടാലും ഒരു വിശ്വാസവും ഇല്ല. പിന്നെ ഭൂതത്തെ കണ്ട 100% ഉറപ്പിച്ചോ ഇത് ഭൂതം തന്നെ, പക്ഷെ കർത്താവിനെ കണ്ട ഇപ്പോഴും വിശ്വാസമില്ല. ഒരു ഹല്ലേലൂയ നിങ്ങൾ പറ. അതെന്നാ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല. തോമാസ് വന്നതിൻ്റെ കുഴപ്പമാണ്, ഒന്നും പിടിയില്ല. നമ്മൾ തോമാസിനെ നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഉണ്ടോ നിങ്ങൾ? അതോ പണങ്ങിയോ നിങ്ങൾ? ഹല്ലേലൂയ. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞു കേട്ടോ. തോമാസിൻ്റെ വിശ്വാസത്തെ ഞാൻ കുറച്ചിട്ടിട്ട് പറയുകയല്ല, എങ്കിലും കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ വിശ്വാസം. യേശു ഉയർത്തെഴുന്നിട്ട് വന്ന് യേശുവിന് മുമ്പിൽ നിൽക്കുക, നിങ്ങൾക്ക് സമാധാനം. ബാക്കിയുള്ളവർക്ക് പിന്നെയും വിശ്വസിച്ചു. അപ്പോൾ പുള്ളി പറയും, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അത്ഭുതം നടന്നാലും പുള്ളി ഇങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നതല്ല. അപ്പോൾ യേശു നടത്തി കേട്ടോണ്ട് നിൽക്കുക. പറഞ്ഞു, ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആ മെനഞ്ഞാന്ന് കുത്തിയ കുത്തില്ലേ വിലാപ്പുറത്ത്, അവിടെ എൻ്റെ കൈ ഇടണം. പിന്നെ വലിയ പച്ചക്കാരിരുമ്പാണ് കൈ തുളച്ചില്ല, എന്തായാലും 3-ാം ദിവസം അത് കാണാതിരിക്കത്തില്ല. അതിനകത്തെൻ്റെ വിരലിട്ട് നോക്കണം, എങ്കിലേ ഞാൻ വിശ്വസിക്കൂ. ഹല്ലേലൂയ. മനസ്സറിഞ്ഞ കർത്താവ് എന്നാ ചെയ്തു? ഇച്ചിരി പൊറുപ്പിക്കാതെ വന്നു. കാരണം പൊറുപ്പിച്ച പിന്നെ വേണ്ടി വിശ്വസിക്കില്ലല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചിലർക്ക് വേണ്ടി പൊറുപ്പിക്കാതെ വെച്ചേക്കുക. കാരണം ഒരു തോമാസ് വെയിറ്റ് ചെയ്യുക, അവന് വിലാപ്പുറത്ത് വിരലിടണമെങ്കിൽ പിന്നെ ആ മുറിവ് വേണമല്ലോ അവിടെ. ഹല്ലേലൂയ. അതുകൊണ്ട് തമ്പുരാൻ വന്ന് തോമാസിനോട് പറഞ്ഞു, മക്കളെ വാടാ, എൻ്റെ വിലാപ്പുറത്ത് നീ കൈയിട്ട് നോക്ക്, അത് തന്നെ എന്ന് തിരിച്ചറിയാം, അങ്ങനെങ്കിലും നീ വിശ്വസിക്കുക. അത്ഭുതം കണ്ടാൽ വിശ്വസിക്കാൻ എന്തുമാത്രം പാടാ. പക്ഷെ ഭൂതമാണെങ്കിൽ വിശ്വസിക്കാൻ ഒരുപാടുമില്ല. ചുമ്മാ എടുക്കുന്നതിന് മൊത്തം ഭൂതമൊന്നും ഉണക്കി പറയും. ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഖമാൻ. അപ്പോൾ ഒന്നാമത് ഈ വിശ്വാസത്തോടെ ആര് വരിക? 3 പേരും കൂടെ വരിക അല്ലേ? വിശ്വാസത്തോടെ 3 പേരും കൂടെ വരിക. കല്ല് വലുതാണെന്നറിയാം, എന്നിട്ട് ഒരാളെ കൂട്ടിയില്ല. കാരണം യേശുവിലൊരു വിശ്വാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കും, അവർക്കൊരു വിശ്വാസമാണ്. കയ്യിൽ സുഗന്ധപത്രി ഇരിക്കുന്നുണ്ട്, അകത്ത് കയറേണ്ടത്. അതുകൊണ്ട് അവർക്കറിയാം ഇന്ന് നടക്കും എന്തെങ്കിലും. ഹല്ലേലൂയ. ഈ മഗ്ദല മറിയത്തിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളൊക്കെ ആയിരുന്നെങ്കിലോ 10 പേരെ കൂടെ കൂലിക്കെങ്കിലും വിളിച്ചോണ്ട് പോയേനെ. വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല, 10 എണ്ണത്തിന് കൂലിക്കെങ്കിലും. കാരണം കല്ലുരുട്ടണ്ടേ. ഹല്ലേലൂയ അല്ലേ? ഒരു നേരത്തെ ചാപ്പാട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പൊക്കിക്കൊണ്ട് പോയേനെ. പക്ഷേ ഈ ഒരു 3 പേരും പറയാം, ഞങ്ങൾ 3 പേര് ഉരുട്ടിയാൽ നീങ്ങത്തില്ല, എങ്കിലും ഞങ്ങൾ കയ്യിൽ സാധനമായിട്ട് പോവുക. വിശ്വാസം ഭയങ്കരവാ. അനുഭവങ്ങളിൽ നിൽക്കുന്നവൻ അങ്ങനെ. കല്ലിൻ്റെ വലിപ്പം നോക്കിയാലും വിശ്വാസം കളയത്തില്ല. കല്ല് വലുതെന്ന് പറഞ്ഞാലും വിശ്വാസത്തിൽ നിന്ന് വീഴത്തില്ല.
ഇന്ന് എറണാകുളത്തിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ പറയാ, കല്ലിന്റെ വലിപ്പവും പ്രശ്നങ്ങളുടെ വലിപ്പവും നിന്നെ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടരുത്. ഇന്നും നീ വിശ്വാസത്തോടെ ചലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ വാ, നിന്റെ വിഷയത്തെ സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ട്. ഓ റമല ശമന ഘടക റഗൽ കമന ഘടക ശന്തൽ കമന ഘടകസെ വൈഷസ് പ്രൗഢിബിരി ഘടക റഗൽ കമന ഘടക ശന്തരാധിയാന. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ നോക്കുമ്പോൾ ഇവർ പറഞ്ഞതിന് മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഈ കല്ലവർ ഇവർക്ക് വേണ്ടി ആരുരുട്ടി മാറ്റുമെന്ന് പറയുന്നറിയാമോ? അതിൻ്റെ കാരണം അതിൻ്റെ 66-ാമത്തെ വാക്യത്തിലൊന്ന് വാ. കണ്ടോ? രണ്ടാമത്തെ കാര്യം ഇതാണ്, അവർ ചെന്ന് കല്ലിന് മുദ്ര വച്ചു. ഹല്ലേലൂയ. ആരാ മുദ്ര വെച്ച്? അരിമത്യക്കാരനായ യോസഫ് അല്ല, റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര ഈ കല്ലറയുടെ മേൽ തലങ്ങും വിലങ്ങും വച്ചേക്കുക. അതിന്റെ അർത്ഥം ഇനി ഇതിനെ ആരും തുടരുത്. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ. ഈ മുദ്ര എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെയോ ഈ ഓട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ റൂമൊക്കെ ക്ലോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ വിലങ്ങും ഒക്കെ വെച്ച് രണ്ട് കെട്ടൊക്കെ ഇട്ട് പിന്നെ അവിടെ സീലൊക്കെ ഉരുക്കി ഒഴിക്കും. ലോക്കിന് പുറത്തൊരു കെട്ടൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ട് സീൽ ഉരുക്കി ഒഴിക്കും. പിന്നെ ബാങ്കിൻ്റെ ജപ്തിയൊക്കെ ചെയ്ത വീട്, ആ ഗേറ്റോ വീടോ നിങ്ങൾ ചെന്ന് കണ്ടാൽ അവരുടെ ഒരു ലോക്കിട്ട് എന്ത് ചെയ്യും? അതിനെ സീൽ ചെയ്ത് വയ്ക്കും. എന്നിട്ട് തൊടാൻ പാടില്ല. കാരണം അത് കോടതിയുടെ ഉത്തരവ് പ്രകാരം അവരതിനെ ലോക്ക് ചെയ്തൊക്കെയാ. തൊട്ടാ വിവരം അറിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടുത്തെ ഇതിനേക്കാൾ വലിപ്പമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ നിയമത്തിന്റെ വലിപ്പം. മനസ്സിലാകുന്നുണ്ടോ? റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടെ ഒന്ന് കടുപ്പമാണ്. അതുകൊണ്ടാണല്ലോ നസറേത്തുകാരനായ യേശുവിനെ ക്രൂശിച്ചത് തന്നെ. ആമേൻ. അത് അത്ര ചെറിയ നിയമമൊന്നുമല്ല. അതുകൊണ്ട് തൊടാൻ ആൾക്കാർക്ക് ഭയമാണ്. രണ്ടാമത് ഈ 3 സഹോദരിമാരും ഭയക്കുന്നത് അവിടുത്തെ രാജാധികാരത്തിൻ്റെ മുദ്രയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഏതൊക്കെയോ ലോകത്തിൻ്റെ അധികാരങ്ങൾ അതിൻ്റെ മുദ്രകളും കല്ലിൻ്റെ പുറത്ത് കിടക്കുന്നത് കൊണ്ട് ഈ 3 പേരും പറയുക, ആരാ ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉരുട്ടി മാറ്റോ? ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ചിലരിനോട് പറയുവാണ്, ചില ലോകത്തിന്റെ മുദ്രകൾ നിന്റെ വിഷയങ്ങളെ മുദ്ര വച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉരുട്ടി മാറ്റാൻ ആരും കഴിയത്തില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, അതിന്റെ മേൽ തൊടുവാൻ കഴിവുള്ള ഒരുവൻ ഉയരത്തിലുണ്ട്. അതിനെ ഒട്ടിപ്പാൻ കഴിവുള്ള ഒരുവൻ, അതിനെ തകർക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രാത്രി. ആ മുദ്രകളെ പൊട്ടിപ്പാൻ ആർക്കും അധികാരമില്ല. കാരണം അത് ഗവൺമെന്റിന്റെ മുദ്രയാണ്, അത് രാജ അധികാരത്തിന്റെ മുദ്രയാണ്. അതിനെ തൊടുവാൻ ഒരു സാധാരണക്കാരന് ഭയമാ. എന്നാൽ 3 സഹോദരിമാര് ഭയമുണ്ടെങ്കിലും അവർ മുദ്രയിലേക്ക് നീങ്ങുകയാ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വൈകിയ സമയത്ത് നിങ്ങളോട് പറയുന്നു, പലരും ഭയക്കുന്ന ചിലതിന് ഇന്ന് രാത്രിയിൽ സ്വർഗം നിനക്ക് വേണ്ടി പൊട്ടിക്കാൻ പോവുകയാ. യെസ്, മന്ത്രവാദങ്ങളുടെ മുദ്ര, ആഭിചാര മുദ്രകൾ, ഈ എഴുത്തുകൾ, കൈയെഴുത്തുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ നന്മയെ നിന്റെ കയ്യിലേക്ക് തരാതെ വണ്ണം, നിന്റെ അനുഗ്രഹങ്ങളെ കാണാതെ വണ്ണം ലോക്ക് ചെയ്തേക്കുന്ന ചില മുദ്രകൾ ഈ രാത്രിയിൽ യേശുവിന്റെ മകത്വം ആ മുദ്രയെ തൊടുന്നു. Yes, 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 yes. Receive the power. Shabarakamana Shekenia. Rebel Kamanagase. Waishas Proudi Bidigadagase. Todata. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ സാന്നിധ്യം ഈ രാത്രിയിൽ റിബല ഹദര ജലഗഡഗസെ വൈഡ പ്രൗഢി ബിരിഗഡഗസെ യേശുവിൻ നാമത്താൽ ജയ. Receive the fire of God. Rabba Shekeriamthana Ribat Shamanagadagas Waidal Proudi Binigadaga Atuna Regal Kamanagadaga Shaidam Janadharamanagadagas. Hallelujah. Come on. ഏതാ നിന്റെ ജീവിതത്തെ തകർത്ത മുദ്ര? ഏതാ നിന്റെ കുടുംബത്തിൽ നന്മയെ തരാത്ത മുദ്ര? അത് സാത്താന്യ മുദ്രകളാകട്ടെ,
ആഭിചാരത്തിന്റെ മുദ്രകളാകട്ടെ, എന്ത് ശക്തികളുമാകട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവൻ നിങ്ങളോട് പറയാനുണ്ട്. ചില മുദ്രകളെ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം പൊട്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് തൊടുവാൻ കഴിയാത്തത്, മനുഷ്യൻ ഭയക്കുന്നതുമായ ചില മുദ്രകൾ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കർത്താവ് തന്റെ ദൂതനെ ഇറക്കാൻ പോകുകയാ. നിനക്ക് വേണ്ടി ലോക്ക് ചെയ്തോ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ലോക്ക് ചെയ്തോ. ആരാ മുദ്ര വെച്ച്? ഈ രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുക, നീ വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ? ചില മുദ്രകൾ ഈ രാത്രിയിൽ അഴിയട്ടെ. ചില മുദ്രകളുടെ മേൽ ഇന്ന് രാത്രിയിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു കരമിറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ജയ. ആമേൻ. ചില മുദ്രകൾ നമുക്ക് തൊടാൻ ഭയവാ, ചില മുദ്രകൾ നമുക്ക് പേടിയാ. പക്ഷെ 3 സഹോദരിമാരും പറയുന്നു, ഈ മുദ്രയെ ഞങ്ങൾക്ക് പേടിയില്ല. മാത്രമല്ല, തൊടാൻ ഞങ്ങൾക്ക് ഭയമായിരിക്കാം, എങ്കിലും വിശ്വാസത്തോടെ ഞങ്ങൾ വരികയാ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ കല്ലുരുട്ടി മാറ്റാൻ അവർക്ക് കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം, അതിന്മേൽ ചില രാജകീയ മുദ്ര കിടക്കുക. ഈ മുദ്രയെ തൊടാൻ അവർക്ക് കഴിയില്ല, ഈ മുദ്രയെ പൊട്ടിക്കാൻ അവർക്ക് പറ്റത്തില്ല. എങ്കിലും അനുഭവത്തിലൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് മുദ്ര ഒരു വിഷയമല്ല. ആമേൻ. അനുഭവത്തിലൂടെ യേശുവിനെ പിൻപറ്റുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, മുദ്ര ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾ നടക്കും, ഞങ്ങളവിടെ എത്തും, ഞങ്ങളവിടെ വരും. ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്ന എറണാകുളം പട്ടണത്തിനകത്ത് പല മുദ്രകളും കണ്ണ് കാൺകെ നിന്റെ മുമ്പിൽ കിടന്നിട്ടും നീ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ അനുഭവത്തിലൂടെ വരികയാ. നിന്റെ അനുഭവം ചെറുതല്ല. പലരും വീണുപോയ സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ യേശു ഉയർപ്പിച്ച് നിർത്തിയെങ്കിൽ, എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിൽ, ഈ അനുഭവത്തിലൂടെ യേശുവിനെ അറിയുന്നവരോട് ഞാൻ പറയാം, നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നീ മുദ്രകളെ പൊട്ടിക്കും. Yes, the holy power. യേശുവിന്റെ നാമത്താൽ ജയ. ചില മുദ്രകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആരും തുടരുതെന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ വച്ചേക്കുന്നത്, വൈദ്യം തൊട്ടാലും സൗഖ്യമാകാതെ വച്ചേക്കുന്ന ചില മുദ്രകൾ, ഇന്ന് രാത്രി സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്യാൻ പോവുക. യേശുവിൻ നാമത്തിൽ ജയം. In the mighty name of Jesus. Hallelujah. Amen. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഗവൺമെന്റിന്റെ ഒരു മുദ്ര എവിടെ കിടക്കുക. ചില മുദ്രകളാ ഇന്ന് നമ്മൾ ഭയക്കുന്നേ. അല്ല, പല മുദ്രയും മനുഷ്യന് ഭയവാ. ഏതേലും ഒരു ആഭിചാരത്തിൻ്റെ പോരാട്ടം കണ്ടാൽ നമുക്ക് പേടിയാ, ഏതേലും മന്ത്രവാദത്തിൻ്റെ പോര് കണ്ടാൽ നമുക്ക് പേടിയാ. കാരണം നമ്മൾ പറയുമോ, അവൻ എല്ലാം ചെയ്ത് പട്ടച്ച് പൂട്ടി കെട്ടിപ്പൂട്ടി വച്ചേക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, നീ വരുന്നത് കർത്താവിൻ്റെ അടുക്കലാണെങ്കിൽ ഏത് മുദ്രയും അവിടെ പൊട്ടും. ഒരുത്തനും ചെയ്ത മന്ത്രവാദം നിനക്ക് ഫലിക്കുകയില്ല. ബൈബിൾ പറയുന്നു, ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഒക്കുകയില്ല. ഇത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നീ കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. ആർക്കും പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചരടുകൾ കർത്താവിൻ്റെ ശക്തിയുടെ മുമ്പിൽ തനിയെ തെറിക്കാൻ പോവുക. അവൻ കരുത്തുറ്റമെന്ന് പറഞ്ഞ മന്ത്രവാദികൾ ചെയ്തു വെച്ചത് കർത്താവിൻ്റെ ശക്തിയുടെ മുമ്പിൽ നിസ്സാരമായി ചിലത് പൊട്ടിമാറുന്നത് ഈ ദിവസങ്ങളിൽ ദൈവജനം കാണാൻ പോവുക. ഒന്നുകൂടെ കയറി പറയാം, വിശ്വസിക്കുന്നവർ കാണും. വിശ്വസിക്കുന്നവൻ കാണും. യേശുവിന്റെ നാമത്താൽ ജയ. അപ്പൊ കല്ല് വലുതാണ്. രണ്ടാമത്തെ കാരണം, കല്ലിനൊരു മുദ്രയുണ്ട്.
ആമേൻ. ഞാൻ പറഞ്ഞാൽ കല്ലിനൊരു മുദ്രയുണ്ട്. ഈ മുദ്ര നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആമേൻ, വേറെ ആരെയും വിളിക്കേണ്ട, യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ മതി. കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് വന്നാൽ മതി. വിശ്വാസമുണ്ടോ ചില മുദ്രകൾ അഴിയും, വിശ്വാസം ഉണ്ടെങ്കിൽ ചില മുദ്രകൾ പൊട്ടും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുക, വിശ്വാസമാണ് നമുക്ക് ആവശ്യം. എന്ത് വിശ്വാസം? ഈ സഹോദരി വിശ്വസിച്ച പോലെ വിശ്വസിക്കണം. വല്ല നടക്കുമെന്നല്ല, ഞാൻ പോവുക, കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഹല്ലേലൂയ. മുദ്ര ഉണ്ടെന്ന് ഈ 3 സഹോദരിമാർക്കും അറിയാം, എന്നിട്ട് അവർ പോവുക. നമ്മളാണെങ്കിലോ ഫോൺ വിളിച്ച് ചോദിക്കും, മുദ്ര അവിടെ പൊട്ടിയിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ഗ്ലോറി ടു ജീസസ്. അല്ലേ? നമ്മളാണെങ്കിൽ ആരെങ്കിലും വിട്ട് അന്വേഷിപ്പിക്കും, മുദ്രയൊക്കെ അവിടെ നിന്ന് പോയോ നോക്കാം, എന്നാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇവർ പറയുക, പോയൊന്നും നോക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ വിശ്വാസത്താൽ വരാൻ പോവുക, ഞങ്ങൾ വിശ്വാസത്താൽ അങ്ങോട്ട് നടക്കാൻ പോവുക. ഇന്ന് രാത്രിയിൽ നിന്റെ വിശ്വാസത്തിൻ്റെ ചുവട് കാണുമ്പോഴേ മുദ്രയ്ക്ക് വിറയൽ തുടങ്ങും. ചില മുദ്രകൾ അവിടെ അഴിഞ്ഞു തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ കാൽപാദങ്ങൾ കർത്താവിൻ്റെ അടുക്കലോട്ട് വരുമ്പോൾ കർത്താവിന് തന്നെ അറിയാം. വിശ്വസിക്കുന്നവരുടെ കാലൊച്ച ഞാൻ കേൾക്കുന്നു, വിശ്വസിക്കുന്നവരുടെ കാൽപാദത്തിൻ്റെ പെരുമാറ്റം ഞാൻ കേൾക്കുകയാണ്. അങ്ങനാണെങ്കിൽ മുദ്രയ്ക്ക് ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. സമയം അടുത്തിരിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന വാഗ്ദത്തമുണ്ടെങ്കിൽ അത് നീ പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ ജയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ വാക്യം തന്നെ എടുത്തൊന്ന് വായിച്ച 66-ാമത്തെ വാക്യത്തിന്റെ ബാക്കി. കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കരങ്ങളെ ഉയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നാമത്തെ കാരണം എന്നാണ്? കല്ല് വലിയ കല്ല്. രണ്ടാമത്തെ കാരണം എന്നാണ്? കല്ലിന്മേൽ അവിടുത്തെ രാജകീയ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം എന്നാ? കാവൽക്കാരെ നിർത്തി കല്ലറ ഉറപ്പാക്കി വെച്ചേക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കാവൽക്കാരുണ്ട് കല്ലറയ്ക്ക്. ഇപ്പം എന്തുണ്ട്? കാവൽക്ക്. ഈ കാവൽ നിൽക്കുന്നിടത്തോളം ബാക്കി ആർക്കും തൊടാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശരിയല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ എറണാകുളമാണ്. ഇടയ്ക്ക് പോലീസുകാരോ അവരെന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തെ കാവൽ ചെയ്താൽ പിന്നെ അകത്തോട്ട് കയറാൻ പറ്റും? നമുക്ക് ഇല്ല. എയർപോർട്ടോ ഏതെങ്കിലും റോഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവരുടെ കാവലിലാക്കി വച്ചിരിക്കുമ്പോൾ പിന്നെ അകത്തോട്ട് കയറുക എന്ന് പറയുന്നത് ഇത്തിരി ദുഷ്കരമാണ്. ഇനി ഞാൻ അങ്ങോട്ട് കയറിപ്പോകുന്നതിന് കയറിപ്പോ, നാളെ പത്രത്തിൽ ഫോട്ടോ വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ആമേൻ. തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പോലീസുകാരുടെ കാവലിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ. ആമേൻ. പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ പറയുന്ന സ്ഥലം അത് പറ്റിയ സ്ഥലമല്ല, അതുകൊണ്ട് പേര് പറയുന്നില്ല. പോട്ടെ. കാവൽ, അതിനകത്ത് ആരെങ്കിലും അവരുടെ കാവലിൽ എനിക്ക് വിഷയമില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറി പോവാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, എറണാകുളത്തുള്ള നിങ്ങളാണെങ്കിൽ പോലെ തിരുവനന്തപുരത്തുള്ള നിങ്ങളാണെങ്കിൽ നാളെ പത്രത്തിൽ വരും. ആമേൻ. കാരണം അവരുടെ കാവൽ ഭേദിക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഭേദിച്ചാൽ അത് 4 പേരറിയും. ഹല്ലേലൂയ. ഈ 3 സഹോദരിമാരും കൂടെ വരിക. കാവൽക്കാരുണ്ടെന്ന് അറിയാം, എന്നിട്ടും രാവിലെ വരിക. ഹല്ലേലൂയ. ഇവിടെ ഇടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഈ 3 പേരോട് ചോദിക്കുക, നിങ്ങൾ എന്നെ അറിയാതെയാണോ വരുന്നത്? ഇവർ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതാടാ വിശ്വാസം. ഇതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതാ അതിൻ്റെ അകത്തുള്ള ദൈവസ്നേഹവും വിശ്വാസവും. ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ കർത്താവിനെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വിശ്വാസമാ യേശുവിന് പ്രധാനം. ഈ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ വിശ്വാസത്തെ സ്വർഗം അളന്ന് നോക്കുക, നിന്റെ വിശ്വാസത്തെ ദൈവം അളക്കുക. പരിശുദ്ധാത്മാ പറയുന്നു, ആ വിശ്വാസം വലുതാ. എത്ര പേരുന്ന ഈ വൈകിയ സമയത്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയത് എനിക്കറിയത്തില്ല. മൂന്നാമത് അവര് പറയുന്നു കാവൽക്കാരുണ്ടെന്നറിയാം. അവൻ 1 or 2 പേരോ അല്ല, അവിടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ഗ്രൂപ്പ് ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഈ കല്ല് നീക്കാൻ കഴിയത്തില്ല. എങ്കിലും അതിരാവിലെ വിശ്വാസത്തോടെ വരുന്ന 3 സഹോദരിമാർ ഈ രാത്രിയിലും സാഹചര്യങ്ങൾ പ്രതികൂല എന്നിട്ടും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ യേശു ഇരിക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ യേശുവിനെ വച്ചിരിക്കുന്നിടത്തേക്ക് വരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ രാത്രി ഇതൊരു മിറക്കിൾ നൈറ്റ് ആയി മാറും.
ഇതൊരു മിറക്കിൾ നൈറ്റ് ആകട്ടെ. മൂന്നാമത്തെ കാര്യം, കാവൽക്കാരുണ്ട്. കാവൽക്കാരുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കറിയാം അവിടെ നമുക്ക് കാവൽക്കാര്, സെക്യൂരിറ്റിക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഏരിയയിൽ പോകത്തില്ല. കാര്യം എന്നാ, പോയാൽ പ്രശ്നമാണ്. ആമേൻ. അവരുടെ അതിര് കവിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പിന്നെയും കാല് വെച്ചാൽ അവർ വേണമെങ്കിൽ വെടി വരെ വെച്ച് നമ്മളെ തള്ളിയിടും. കാരണം അവരുടെ കയ്യിൽ തോക്കുണ്ട്. അല്ലേ? ഒന്ന് ചിന്തിച്ചു, എയർപോർട്ടിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കയറി നോക്ക്, ആദ്യം വിസിലടി കേൾക്കും, 2 കൈയും പൊക്കി തലയും മുട്ടുകുത്തിയിരുന്നാൽ രക്ഷപ്പെടാം. പിന്നെയും നമ്മൾ വരട്ടെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്നാലോ അമ്മമാർ കാലിന് മുട്ടിന് കീഴെ വെടി വയ്ക്കും. ഇനി അമ്മമാർക്ക് വലിയ ഉന്നമില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും നെഞ്ചത്തായിരിക്കും കൊള്ളുന്നത്. ഒരു ഹല്ലേലൂയ. പോട്ടെ, അത് തമാശയായിട്ട് മതി. അവേ, ഞാൻ നിങ്ങളോട് പറയാം, കയറാൻ പറ്റത്തില്ല. അമ്മമാർ അതിര് കവിഞ്ഞാൽ കാവൽക്കാരുണ്ടെങ്കിൽ നമ്മൾ പൊക്കും. എന്നിട്ട് എന്ത് ബലത്തില്ല ഈ 3 സഹോദരിമാരും കൂടെ വന്നേ? ചുമ്മാ അതല്ലേ പത്രോസ് വരാത്തെ? പുള്ളിക്കറിയാം പേട്ടും കാര്യങ്ങളുടെ കാവൽക്കാരുണ്ട്. പുള്ളി സാഹചര്യങ്ങളിൽ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ അറിയാം പോയിട്ടും കാര്യമില്ല, അവിടെ മുദ്രയാ, തൊട്ടാൽ നമ്മൾ അകത്താവും. ആമേൻ. യാക്കോബിനറിയാം അത്ഭുതമൊക്കെ കണ്ടത് ശരി തന്നെ, പക്ഷേ ഇന്നങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ 3 സഹോദരിമാർ പോയി? സഹോദരന്മാരെ, നിങ്ങളെക്കാളൊക്കെ വിശ്വാസം സഹോദരിമാർക്കാ. ശരിയുണ്ടില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അല്ലേ? നമ്മൾക്കും കുറച്ചിട്ടൊന്നുമില്ല, നമുക്ക് വലിയ വിശ്വാസമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കി, ഈ സഹോദരിമാർക്കില്ലാത്തൊരു ഭയങ്കര വിശ്വാസം ഈ സഹോദരിമാരുടെ ഹൃദയത്തിൽ കിടക്കുക. നല്ലതാ. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ വേണം. സാഹചര്യങ്ങൾ നോക്കി 11 പേര് ഒതുങ്ങി മുറിക്കകത്ത് നിൽക്കുമ്പോൾ സാഹചര്യങ്ങൾ നോക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി വന്ന 3 പേര് സ്വർഗം കണ്ടു. കേട്ടോ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗം കണ്ടോ? അസാധാരണമായി ദൈവപ്രവൃത്തി അവൻ അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടം തോന്നുകയാ. ചുടമന ഹദൽക്കമന കണ്ടക ഷൈഡ പ്രൗഢിബിരി കണ്ടക രക്ഷസ്കമന കണ്ടകസേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, രാത്രി തന്നെ കർത്താവ് ഉയർത്തെഴുന്നേക്കണോ അതോ കുറച്ചുകൂടെ പകൽ ഉയർത്തെഴുന്നേറ്റ പോരെ? ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവിനോട് നല്ല എൻ്റെ ആശയം ആദ്യം പറയാം, പിന്നെ കർത്താവ് ഓരോരുത്തരെ പറയാം. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു പദം ഇതാണ്, ഞാൻ പൊളിക്കാൻ പറഞ്ഞത് രാത്രിയല്ല പകലാണ്. ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ സൈഡിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന സമയത്താണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞതാണ്, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുക, ഞാൻ 3 ദിവസം കൊണ്ടതിനെ പണിയും. ഒറ്റയ്ക്കല്ല പറഞ്ഞത്, ആയിരക്കണക്കിന് നാൾ നിന്നുകൊണ്ടാ പറഞ്ഞത്. ശരിയല്ലേ? അപ്പൊ പറഞ്ഞു എങ്കിൽ അത് പണിയുന്നതും ആയിരങ്ങൾ കാണണം. ഇതാരും കാണാതെ ചുമ്മാ പണിതിട്ട് വരാനല്ല കർത്താവ് ഇരുന്നത്. എൻ്റെ ഭാഷയാണ്, ബൈബിളിലില്ല അങ്ങനെയൊന്നും. നിങ്ങൾ ചിന്തിക്കരുത് കർത്താവ് ഇങ്ങനെയൊക്കെ എന്നോട് മാത്രം പറഞ്ഞത് ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചോ. അതിന് പാർക്കും ടാക്സ് കൊടുക്കണ്ടല്ലോ നമ്മൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പേ അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇപ്പോൾ പറഞ്ഞൊന്നും ചോദിക്കരുത്, ഞാൻ പ്രസംഗത്തിനായിട്ട് പറയുക. പാസ്റ്ററെ, ഞാൻ ആഗ്രഹിച്ചതാണ്, ആയിരങ്ങളോട് പറഞ്ഞിട്ട് പൊളിച്ചിട്ട് അവർ പണിയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മണിക്കെങ്കിലും പണിയണമായിരുന്നു, എങ്കിലും എല്ലാവരും കാണത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഈ സഹോദരിമാർ അങ്ങ് പൊളിച്ചു. എല്ലാവരും കാത്തിരിക്കുക, പൊളിച്ചിട്ടെങ്ങനെ പണിയും. ഞാൻ കാത്തിരുന്നതാ. പക്ഷെ ഇവർ നേരം വെളുക്കുന്നതിന് മുമ്പ് എവിടെ വന്നു? കല്ലറയിലോട്ട് വരിക. അന്നേരം വരെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അവരുടെ പറച്ചിലേ ഞാൻ കേട്ടു. ആമേൻ. ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടും? ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ. ആമേൻ. ചില വിഷയങ്ങളെ ആമേൻ കർത്താവ് അങ്ങനെയൊക്കെ വച്ചിരിക്കും, പക്ഷെ നീ വിശ്വാസം കൊണ്ട് ചില വിഷയങ്ങളെ നേരത്തെ അങ്ങ് പ്രാപിക്കുക. ഇന്ന് പകൽക്കാല ഇത് വിശ്വസിക്കാൻ ആളുണ്ടോ? ആമേൻ. പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, നിന്റെ വിശ്വാസത്തെ സ്വർഗം മാനിച്ചാൽ ചില വിഷയങ്ങൾ വളരെ വേഗത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം. അപ്പൊ കർത്താവ് പറയുവാ, ആമേൻ, എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും കാണുക എന്ത് ചെയ്യണം?
4 പേര് കാണത്തക്ക രീതിയിൽ നിന്ന് പുറത്ത് വരാമെന്നാ. പക്ഷേ 3 സഹോദരിമാരും കൂടെ പറഞ്ഞു, ഇവർ നേരം വെളുക്കുന്നതിന് പങ്ക് വന്നാൽ പിന്നെ എനിക്കെന്താ കാര്യം ചെയ്യണ്ടേ? ആമേൻ. കാഴ്ചക്കാരല്ല യേശുവിന് പ്രധാനം, വിശ്വസിക്കുന്നവരെയാണ് യേശുവിന് ഇഷ്ടം. ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു കാഴ്ചക്കാർക്ക് വേണ്ടി ഒരു അത്ഭുതം ഒരിടത്തും ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? കാണാൻ 100 പേര് നിൽക്കുക, എന്നാൽ പിന്നെ കുരുടാ ഞാൻ നിന്നെ സൗഖ്യമാക്കട്ടെ ഉണ്ടോ? ഇല്ല. വിശ്വസിക്കുന്നവൻ ഒറ്റയ്ക്കാണേലും ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കാഴ്ചക്കാർക്ക് വേണ്ടി ഒരു മിറക്കിളും ദൈവം ചെയ്തിട്ടില്ല. അത് അന്നും അങ്ങനെ ഇന്നും അങ്ങനെ തന്നെ. കാഴ്ചക്കാർക്ക് വേണ്ടി ചെയ്യുന്നവനല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഈ എറണാകുളത്തിനകത്തിരിക്കുന്ന ഞാനോട് ദൈവാത്മാ പറയുന്നു, കാണാനല്ല ദൈവം ചെയ്യുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. Come on, receive the glory of God. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രിയിൽ ആ മിറക്കിളുകൾ വെളിപ്പെടുത്തട്ടെ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സമയം ദീർഘിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വചനം പറയുന്നു, ഈ 3 പേരും യേശു ഇരിക്കുന്നിടത്ത്, യേശുവിനെ വച്ചിരിക്കുന്നിടത്തേക്ക് വരിക. ആമേൻ. അവരുടെ 3 പേരുടെയും ചോദ്യത്തിന്റെ കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, വലിയ കല്ല്, അവരുടെ കൈക്ക് ഉരുട്ടി മാറ്റാൻ പറ്റാത്തത്. 2, കല്ലിനൊരു മുദ്രയുണ്ട്, ആ മുദ്ര അവർക്ക് തൊടാൻ ഭയമാ. 3, ഈ കല്ലിന് കാവൽക്കാരുണ്ട്, അത് ഗവൺമെന്റിന്റെ കാവൽക്കാരാ. അതുകൊണ്ട് തന്നെ ചെല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ആരും വരാതിരുന്ന സന്ദർഭത്തിൽ ഈ 3 പേരും അതിരാവിലെ എത്തുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നീ വരാനൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തമ്പുരാൻ നോക്കിക്കൊള്ളും. ആമേൻ. വരാനൊരു മനസ്സും വിശ്വാസവും നിനക്കുണ്ടെങ്കിൽ കാരണങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കല്ല് വലുതാന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കരുത്. ഇത് റെജി പാസ്റ്റർ പ്രാർത്ഥിച്ചാലും പോകില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കരുത്. സ്വത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റില്ലായിരിക്കും, നിങ്ങൾ വിശ്വാസമാണ് പ്രധാനം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. കല്ല് വലുതാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കരുത്. പിന്നെ കല്ലെന്തോ ആവട്ടെ, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വരും. ഹല്ലേലൂയ. ആമേൻ. കല്ലിന് വെച്ച മുദ്ര ഇത് ചെറിയ മുദ്ര ഒന്നും അല്ല, ഇത് ആർക്കും തളയ്ക്കാൻ പറ്റാത്ത വലിയ മന്ത്രവാദിയുടെ മുദ്രയാ. വീട്ടിൽ ഇരിക്കരുത്. യേശുവിൻ്റെ അടുത്ത് വാ, മുദ്ര എന്തു ആകട്ടെ തമ്പുരാൻ പൊട്ടിക്കും. ഹല്ലേലൂയ. ശിംശോന്റെ മേൽ കെട്ടിയ പച്ചയും പൊട്ടി, ഉണങ്ങിയതും പൊട്ടി, എല്ലാം പൊട്ടിയെന്ന്. അങ്ങനാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന മുദ്ര പൊട്ടിക്കാൻ യേശുവിന് എന്നാ പാടാ. ഹല്ലേലൂയ. അല്ലേ? ഫെലിസ്ത്യന്മാരുടെ ഇടയിലിരുന്ന ദാഗോന്റെ സംഭവം അറിയാമല്ലോ നിങ്ങൾക്ക്. ആമേൻ. ഒരിക്കലും വീഴത്തില്ലെന്ന് പറഞ്ഞാൽ അടിച്ചുറപ്പിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. ഒറ്റ രാത്രി കൊണ്ട് തലയും പൊട്ടി താഴെ കിടക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. പെട്ടെന്ന് ചിരിക്കുക. കൈയും കാലും ഒന്നുമില്ല, പക്ഷെ ഞാനെടുത്ത് ചിരിക്കുക. കാരണം അതങ്ങനാണ്. ഹല്ലേലൂയ. മുദ്ര എന്തോ ആകട്ടെ, മുദ്ര ആരിട്ടതോ ആകട്ടെ, നിനക്ക് വിശ്വാസമുണ്ടോ അത് പൊട്ടും. ഏത് ആഭിചാരകനോ ആകട്ടെ, ഏത് മന്ത്രവാദിയോ ആകട്ടെ, അവർ പേര് കേട്ട വ്യക്തിയാകട്ടെ, നിന്നെ അത് ബാധിക്കുകയില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ വിശ്വാസം അത്രയും കരുത്തുറ്റതാണെങ്കിൽ നിന്റെ രോമത്തെ പോലും അത് തൊടുകയില്ല. യേശുവിന്റെ നാമത്തിൽ ജയം. അല്ലേ? മന്ത്രവാദിയുടെ പേര് കേട്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചുട്ട കോഴിയെ പറപ്പിച്ചെന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണാം. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ വരാൻ പറ, ഞാൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. എനിക്ക് എല്ലാ വർഷവും കിട്ടാറുണ്ട് സാധനങ്ങൾ, ഒന്നീ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന്. ആമേൻ. എവിടെ നിന്നൊക്കെ മിക്കവാറും കിട്ടും. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് മല പോലെ നിൽക്കുന്നില്ലേ? ഇത്രയും മാത്രം പോരെ നിങ്ങൾക്ക് കർത്താവിലൊന്ന് വിശ്വസിക്കാൻ? ഈ വർഷം കിട്ടിയ സാധനം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കണ്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ? കണ്ടവർക്കായി സ്തോത്രം. കണ്ടു, ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷവും കിട്ടിയെന്ന് എനിക്ക് മരത്തിൽ തീർത്ത വലിപ്പോൾ ഒരു പാവ എൻ്റെ വീടിൻ്റെ ബേസോണ്ടി ഇരിക്കുക.
ആമേൻ. ഒരു മരം വന്ന് വീട് ബേസ്മെന്റ് പൊളിച്ചപ്പോൾ സാധനം വെളിയിൽ വന്നു. അതും ഒരു നിമിത്തമാണ്. ആമേൻ. തൊട്ടടുത്ത് വേറെ വീടില്ല, പിന്നെ ആരെ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ചേർത്ത് വയ്ക്കാനാ? വെട്ടിക്കീറി അന്ന് പെട്രോൾ ഒഴിച്ച് ഞാനും എൻ്റെ ബ്രദറും കൂടെ, എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിയും കൂടെ ചേർന്ന് കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് ഇന്ന് 2024 ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നില്ലേ? ഇതിൽ പറയും എന്നാ നിങ്ങൾ വിശ്വസിക്കാനാ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. വർഷങ്ങൾക്ക് മുമ്പ് 3 വെറ്റിലയും നാരങ്ങയും കൂടെ ചേർത്ത് എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചെന്നേ. ആളെനിക്കറിയാൻ പറയത്തില്ല. അവിടെ വയ്ക്കാൻ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്കറിയാം. പക്ഷേ എന്നിട്ട് ഞാനവിടെ രാവിലെ പത്രം എടുക്കാൻ പോയപ്പോൾ രാവിലെ വെളുപ്പിന് നേരം പല വിളിക്കുന്ന സമയത്ത് ഞാനിവിടെ നോക്കിയപ്പോൾ 3 വെറ്റിലയും 3 നാരങ്ങയും കൊണ്ട് ഇങ്ങനെ എല്ലാം പ്രതിഷ്ഠിച്ച് വെച്ചേക്കുക സാധനം. വേറെ എന്നാ പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനവിടെ യേശുനാമത്തിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാനന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ കോമ്പൗണ്ടാണ്, ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനിപ്പുറം കയറിപ്പോകരുത്, പെക്കോണം അപ്പുറത്തോട്ട്. ഹല്ലേലൂയ. ഒരു 3 മാസം തികഞ്ഞില്ല, അതിനിപ്പോൾ വീട്ടിനകത്ത് ഭയങ്കര അടി. 5 പേര് തമ്മിലടി. ഒരാൾ മടലെടുക്കുന്നു, ഒരാളടുത്ത് കമ്പെടുക്കുന്നു, വിറകെടുക്കുന്നു. അയ്യോ, പൊരിഞ്ഞ യുദ്ധമായി. കൃപയാൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയും, അത്രയും അത് 4-5 വർഷത്തിന് മുമ്പ് 5 വർഷത്തിന് മുമ്പ് നടന്നതാ. എന്നിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നില്ലേ? ഇനി ഇതിൽ പരം വല്ല തെളിവ് വേണോ? ഒരു ഹല്ലേലൂയോടെ പറ. ഇനി അറിയാതെ എന്നെ എന്തുമാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. അറിയാതെ തന്നെ എന്തൊക്കെയോ മുദ്ര വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവൻ ഇത് തൊടുകയില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. നിനക്ക് വിശ്വാസമുണ്ടോ? ഏത് മുദ്രയാണെങ്കിലും ഇതെന്നെ തൊടുകയില്ല, ഏത് മുദ്രയാണെങ്കിലും ഇതെന്നെ ബാധിക്കുകയില്ല. വിശ്വസിക്കുന്നവന്റെ രോമത്തെ തൊടാൻ അതിന് കഴിയുകയില്ല. ഓ റിഗമനഘടക രക്ഷസ്കമനഘടക ഷൈഡ പ്രൗഢിമിരിഘടക റഗൽക്കമനഘടകസി. ഹല്ലേലൂയ. മുദ്രകളെ, കല്ലിന്റെ മുദ്ര വലുതാ. 3 കാവൽക്കാർ. ഞാൻ പറഞ്ഞല്ലോ, റോമൻ സാമ്രാജ്യത്തിൻ്റെ കാവൽപ്പടയാളികളല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ കാവൽ നിൽക്കുന്ന ചിലരുണ്ട്. പുറത്തു പോകാനും അകത്തു പോകാനും വിടരുത്. അഥവാ പോയാ പിന്നാലെ സഞ്ചരിക്കും. ഒന്നുകിൽ അപകടപ്പെടുത്താൻ, അല്ലെങ്കിൽ നിന്നെ തള്ളിയിടാൻ, അല്ലെങ്കിൽ നിന്റെ നന്മയെ ചിതറിക്കാൻ, നിന്റെ അനുഗ്രഹങ്ങളെ ചിതറിക്കാൻ. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് എൻ്റെ പിന്നിൽ നിന്ന് ആരോ നടക്കുന്ന പോലെ കേൾക്കുന്നുണ്ട് പാസ്റ്ററെ. എൻ്റെ വശങ്ങളിൽ കാലൊച്ചകൾ കേൾക്കുന്നുണ്ട്. ആരോ ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇതാ കാവലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിലതൊക്കെ അങ്ങനെ പറയുക. ആരോ എന്നോട് സംസാരിക്കുന്നു. ആള് നോക്കിയിട്ട് കാണാനില്ല, ചെവിയിൽ ആരോണ്ടും മന്ത്രിക്കുന്നു. കാവൽക്കാർ. ഈ ലോകത്തിന്റെ ശക്തികൾ നിനക്കെതിരെ വച്ചേക്കുന്ന കാവലുകളില്ലേ, വിടുകയില്ല. സ്വാതന്ത്ര്യമായി നിന്നെ വിടുകയില്ല. എന്നിട്ടും 3 പേരും പറയുക, ഞങ്ങൾ പോവും യേശു ഇരിക്കുന്നിടത്ത്. അതെത്ര ശക്തന്മാരാണെങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ പോവുക. കാരണം ഞങ്ങൾക്കറിയാം 3-ാമത്തെ ദിവസം അത്ഭുതം നടക്കുന്ന ദിവസമാ. അവിടെ ചെന്ന് കണ്ടിട്ട് കണ്ണുരുട്ടിച്ചു പോകാനല്ല ഞങ്ങൾ പോകുന്നേ. വാഗ്ദത്തമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പിടിക്കാൻ പോവുക. എന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ വാഗ്ദത്തങ്ങളെ ഒന്ന് നീ പിടിക്ക. ഓ റിഗമനഘടക രക്ഷസ്കമനഘടക ഷൈഡ പ്രൗഢി വിരിഘടകസേ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് അവിടെ നിന്നിങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ഒരാശയം ഇങ്ങനെ തോന്നുക, യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്നൊരു വാഗ്ദത്തം ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അതിനിപ്പം മറ്റലക്കാരത്ത് മറിയ പോയില്ലെങ്കിലും എന്ത് സംഭവിക്കും? ഉയർക്കും. പത്രോസ് പോയില്ലെങ്കിലും എന്ത് ചെയ്യും? ഉയർക്കും. റജി പാസ്റ്റർ പോയില്ലെങ്കിലും ഉയർക്കും. ഉയർക്കുമെന്ന് പറഞ്ഞാൽ ഉയർത്തിരിക്കും. അപ്പോൾ അത് യേശുവിന് കിടക്കുന്ന വാഗ്ദത്തമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, മഹാറിയാമാർ 2 പേരും പിന്നെ ശലോമോൻ കൂടി ചെന്ന് പറയാം, എന്നാൽ പിന്നെ ആ വാഗ്ദത്തം നമുക്കങ്ങ് പിടിച്ചു വയ്ക്കാം. നമ്മൾ ചെല്ലുമ്പോൾ സാധനം ഉയർത്താൻ മതിയല്ലോ. വാഗ്ദത്തം ഉണ്ട്. നീ ചിലതിനെ അങ്ങോട്ട് കീറിപ്പിടി, അത് നിന്റെ അത്ഭുതമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? നീ ചില വാഗ്ദത്തങ്ങളെ ഒന്ന് കീറി അങ്ങ് പിടിച്ചോ. ആ വാഗ്ദത്തം നിന്റെയും കൂടെ മിറക്കിളാകാൻ പോവുക.
നീ പറഞ്ഞതെന്നാ? ആരെനിക്ക് വേണ്ടി കല്ല് മാറ്റും? യേശുവിന് കിടക്കുന്ന വാഗ്ദത്തമാ. 3-ാം ദിവസം എഴുന്നേൽക്ക. ഞാൻ വിശ്വസിക്കുന്നു അതെന്റെയും കൂടെ വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ അങ്ങ് പിടിക്കുക. ഇന്നൊരു രാത്രിയിൽ ഹബേൽ ഏവയ്ക്ക് വാഗ്ദത്തങ്ങളെ കയറി പിടിക്കുന്നത് നിനക്കും ഒരു മിറക്കിളാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ മറ്റാരുടെയോ വാഗ്ദത്തങ്ങളിൽ ഒന്ന് കൈ നീട്ടുന്നത് നിനക്കും മിറക്കിളാണ് അല്ലേ? മറ്റാരുടെയോ വാഗ്ദത്തം ഒന്ന് കയറി പിടിക്കുന്നത് നിനക്കും കൂടെ ഒരു അത്ഭുതമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, യേശുവിനെ ഞാൻ പറഞ്ഞല്ലോ, മദ്ദലക്കാരത്തിൽ പറയ പോയില്ലേലും യേശു എന്ത് ചെയ്യും? എഴിക്കും, ഉറപ്പാ. തമ്പുരാൻ പറയും 10 മണിക്ക് അടക്കേണ്ട കാര്യം എന്താ പറയുക, ഞാൻ 6 മണിക്ക് ചെയ്യുക. എന്നോടുണ്ടോ നിങ്ങൾ? ചിലരൊക്കെ വാഗ്ദത്തിലൂടെ കൈ വയ്ക്കുമ്പോൾ കർത്താവ് പറയും 10 മണിക്ക് നടക്കേണ്ട കാര്യം ഞാൻ പിന്നെ രാവിലെ 6 മണിക്ക് ചെയ്യാൻ പോവുക. കാര്യം എന്നെ 3 പേര് പ്രതീക്ഷിച്ചുകൊണ്ട് വരുക. ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചവർ വരിക. ആരും നീക്കിയില്ലെങ്കിൽ കല്ല് നീങ്ങുമെന്നൊരു വാഗ്ദത്തമുണ്ട്. ആരും മുദ്ര പൊട്ടിച്ചില്ലെങ്കിൽ മുദ്ര പൊട്ടി പുറത്തു വന്നൊരു വാഗ്ദത്തമുണ്ട്. ഇന്നൊരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ സംസാരിക്കുന്നു. ചില വാഗ്ദത്തങ്ങളോട് കൈപിടിക്കുന്നു. അത് നിനക്കും കൂടെ മിറക്കിളാകട്ടെ, അത് നിനക്കും കൂടെ അത്ഭുതമാകട്ടെ. ഇന്നൊരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രി. ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആര് നമുക്ക് വേണ്ടി നീക്കും, ആര് നമുക്ക് വേണ്ടി മുദ്ര പൊട്ടിക്കും, ആര് കാവൽക്കാരെ പറഞ്ഞു വിടും. ഈ വാക്ക് പറഞ്ഞുകൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട് വരെ വീട്ടിലേക്കല്ല പോയത്, തിരിച്ച് എവിടാണോ കല്ലിരിക്കുന്നത് അവിടേക്ക് തന്നെ വരികയാണ്. അപ്പൊ സംഗതി അവർക്ക് അറിയാം, പ്രശ്നം അവിടെ ഉണ്ട്. മുദ്രയുണ്ട്, കാവലുണ്ട്, കല്ല് വലുതുമാണ്. അവരെ കൊണ്ട് പറ്റത്തില്ലെന്നറിയാം. എങ്കിലും അവർ മുന്നോട്ട് കാല് വയ്ക്കുക. ഈ വിശ്വാസം ദൈവത്തിന് വേണ്ടത് കേട്ടോ. അല്ലാതെ ചിലരൊക്കെ ഞങ്ങൾ ചർച്ചിലോട്ട് വിളിക്കുമ്പോൾ ചില പറയും തലവേദന എന്നോ മാറും, അന്ന് പാസ്റ്റർ ഞാൻ ചർച്ചയിൽ വരാം. മാറിയ ചരിത്രവും ഇല്ല, വന്ന ചരിത്രവും ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ അല്ലേ? എന്നാണോ എൻ്റെ വീട് വെച്ച് എനിക്ക് കിട്ടുന്നത്, വീട് കിട്ടുന്നത്, അന്ന് ഞാൻ പാസ്റ്റർ ചർച്ചിലോട്ട് ഞാൻ പിന്നെ അവരെ വിളിക്കാൻ പോകാറില്ല. കാരണം അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവൻ നന്മയ്ക്ക് വേണ്ടി മാത്രം വരിക. നന്മ കൊടുത്താലേ വരികയുള്ളൂ. ദൈവത്തിന് അങ്ങനെയുള്ളവരെ ഇഷ്ടവുമില്ല. ഒരു ഹല്ലേലൂയ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ടോട്ടലി പൊതുവിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് ആ ചിന്താഗതി അങ്ങ് മാറ്റണം. നന്മ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ യേശുവിനെ ആരാധിക്കുമെന്ന് പറയണം. ഹല്ലേലൂയ. അമ്മേ, നന്മ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും? യേശുവിനെ ആരാധിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വീട് കിട്ടുവാണെങ്കിൽ പാസ്റ്റർ ഞാൻ പാസ്റ്റർ ചർച്ചിലോട്ട് വരാം, പാസ്റ്റർക്കും വേണ്ടത് സാധനം പോട്ടെ. ഹല്ലേലൂയ. എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ വരാം. ഞാനത് അപ്പോഴേ കളഞ്ഞു. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു ചിന്താഗതി ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തെ ആരാധിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാകരുത്. ദൈവത്തെ ആരാധിക്കുന്നത് ബ്ലെസ്സിങ്ങിന് വേണ്ടിയാകരുത്. ദൈവത്തെ ആരാധിക്കുന്നത് വീടിന് വേണ്ടിയാകരുത്. നീ ആരാധിച്ചോ, വീട് ദൈവം തന്നോളൂ. മനസ്സുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നീ ആരാധിച്ചോ, കർത്താവ് നിനക്ക് ചെയ്ത് തന്നോളും, അതിന് വിഷയമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, എന്തൊക്കെയോ പ്രതീക്ഷ മനസ്സിലുണ്ട്. ആമേൻ. ഈ കടുത്ത പ്രതിസന്ധിയുണ്ടെന്നറിയാം, എങ്കിലും തിരിച്ചു പോവുകയല്ല, മുന്നോട്ട് നടന്നു വരികയാ. എന്നെ അടുത്ത് സംഭവിച്ചേ, ഇവരുടെ വരവ് കർത്താവ് നേരത്തെ കണ്ട്. ഇവരെന്നൊക്കെ പറഞ്ഞാലും തിരിച്ചു പോവത്തില്ല. അവരെന്നെയും കൊണ്ടേ പോവൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവരെന്നെയും കണ്ടിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? പോവത്തുള്ളൂ. ഇത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാ ചിലർ വരുന്നത്. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ പറയും, കർത്താവിനറിയാം അവരെ കർത്താവ് തൊട്ടിരിക്കും. അവരെന്നെ കണ്ടിട്ടേ പോകൂ എന്നാരെങ്കിലും ചിന്തിച്ച് ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ വിഷയത്തിന്മേൽ കർത്താവ് ഇടപെടാൻ പോവുകയാണ്. വലിപ്പമേറിയ കല്ല് ഉരുളുന്നത് കാണാൻ പോവുക. അവൻ കാവൽക്കാര് മാറുന്നത് കാണാൻ പോവുക. മുദ്രകൾ പൊട്ടുന്നത് കാണാൻ പോവുക. നീ കർത്താവിനെ കണ്ടേച്ച് പോകൂ എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ മിറക്കിൾ സംഭവിക്കും. ശമന റിഗതന ജലഘടക ലഗസിയാന്തന യേശുവിന്റെ നാമത്തിൽ ജയം. ഒരു വാക്യം കൊണ്ട് ഞാനൊന്ന് വായിച്ചോട്ടെ. 28-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന്, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം.
പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേൽ പുള്ളി ഇറങ്ങിയിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ശ്രദ്ധിക്കുക. ഈ ഒരൊറ്റ കാര്യം കൂടെ മാത്രം ഞാൻ പറയുക. എന്തായാലും കല്ല് വച്ചില്ലയോ, ഞാൻ എൻ്റെ തീരുമാനം കൂടെ അറിയണമല്ലോ നമുക്ക്. അത്രയും കൂടെ അറിഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ. 3 സഹോദരിമാർ നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. എങ്ങോട്ട് പോവുക? കല്ലറയിൽ പോവുക. കെട്ടിയോ ചോദിച്ചു, എന്താ ഇത്രയും നേരത്തെ? അതറിയത്തില്ല, ആ വാഗ്ദത്തത്തിലല്ല ഞങ്ങളും കയറി കൈവയ്ക്കാൻ പോവുക. ഞങ്ങൾ പോയിട്ട് വേണം കല്ല് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ. എന്നാൽ ഇവരെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. പക്ഷെ വാഗ്ദത്തം അവർക്ക് വേണ്ടി ചലിക്കും. പോട്ടെ, അതോടെ ഇരുന്നോട്ടെ. ഞാൻ ഇങ്ങോട്ട് വരിക. ആമേ. ഈ വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് 3 പേരും കൂടെ ഇങ്ങനെ 3 പേരും കൂടെ ഓടി വന്നതാ. അവർ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആര് ഞങ്ങൾക്ക് വേണ്ടി മാറ്റും? കാരണങ്ങൾ 3 ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ട്. ആമേൻ. പലതവണ ഞാൻ ആവർത്തിച്ചത് പറഞ്ഞു. 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ കല്ല് തൊടാൻ അവർ ഭയക്കുന്നത്. പക്ഷെ ഇവിടെ അടുത്തോട്ടെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച, പെട്ടെന്ന് സഡൻലി പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. അടുത്തെന്നാ പറഞ്ഞേ? ആ വാക്ക് വളരെ പ്രധാനം. കർത്താവിൻ്റെ ദൂതൻ എവിടെ നിന്നോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നോ കല്ല് ഉരുട്ടി നീക്കി അതിൻ്റെ മേൽ ഇരിക്കുക. വാ, എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പറയാം. ആർക്കും തൊടാൻ പറ്റത്തില്ലെന്ന് നീ പേടിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൂതൻ കയറി ഇരിക്കുക. ഇന്ന് പകലിൽ ചില വിഷയങ്ങളുടെ പുറത്ത് ദൂതൻ കണ്ട് കസേര വയ്ക്കാൻ പോവുക. ഉണ്ടോ? ഇന്ന് പകൽ നീ പേടിച്ച സ്ഥലത്ത് ദൂതൻ ഇറങ്ങി നിൽക്കും. നീ ഭയക്കുന്ന ഇടത്ത് ദൂതൻ കയറി ഇരിക്കും. എന്തിന്? പ്രതീക്ഷിച്ചോണ്ട് വന്ന നിന്നെ കാണാൻ അവിടെ ദൂതൻ. ചില മുദ്രകൾ പലരും തൊടാൻ ഭയപ്പെടുന്നിടത്ത് ഇപ്പൊ ദൂതൻ കയറി ഇരുപ്പ. ഇന്ന് രാത്രി ഇവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ ചില മുദ്രകളിട്ട് ലോക്ക് ചെയ്തെങ്കിൽ നീ ഇപ്പോ ആത്മാവിന്റെ കണ്ണുകൊണ്ട് കണ്ടോ. ഇവിടെ നീ ആരാധിക്കുമ്പോൾ, ഇവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ നീ വിശ്വസിക്കുമ്പോൾ ദൂതൻ ആ സ്ഥലത്ത്, ആ മുദ്രയുടെ പുറത്ത് അവൻ ഇറങ്ങി നിൽക്കുക. Receive the power. മകത്വം ഇന്നു രാത്രി നിങ്ങളെ തൊടട്ടെ. അസാന്നിധ്യം ഇന്നു രാത്രി നിങ്ങളെ തൊടട്ടെ. ദൈവശക്തി ഇന്നു രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. നിനക്ക് വേണ്ടി ദൂതൻ ഇന്നൊരു രാത്രിയിൽ ചില സബ്ജക്റ്റുകളുടെ മേൽ ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ രാത്രി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ ദൂതൻ ഇറങ്ങി വരാൻ പോവുക. ഭാരമേറിയ കല്ല് ദൂതൻ ഇറങ്ങി വന്ന് ഇരിക്കാൻ പോവുക. എന്തോ ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ചില മറിയമാരോട് ഇടപെടുക. വിശ്വസിക്കുന്നവരോട് ഇടപെടുകയാണ്. പ്രതികൂലമുണ്ടെന്നറിഞ്ഞിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിയ നിന്നോട് ദൈവം ഇടപെടുന്നത് ചില മുദ്രകളെ ആമേൻ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ ഇവിടെ ആർക്കും കരുത്ത് കാണത്തില്ല. പക്ഷെ മേഖലയിന്നൊരുവൻ ഇറങ്ങി വരിക. മെഗളിന്നൊരുവൻ ആഭിചാര്യ മുദ്രകൾ അഴിയും. മന്ത്രവാദ മുദ്രകൾ പൊട്ടും. Receive the power. യേശുവിന്റെ മകത്ത് ഒരു അഗ്നി പോലെ ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി ചലിക്കട്ടെ. ദൈവശക്തി നിന്റെ മേൽ വരുന്നു. ദൈവാത്മാവ് നിന്റെ മേൽ വരുന്നു. Receive the fire. യേശുവിന്റെ മകത്വം ചലിക്കട്ടെ. In the mighty name of Jesus. മെഗളിന്ന് വന്ന ദൂതൻ
റോമൻ സാമ്രാജ്യത്തിന്റെ കാവൽക്കാരെ പോലെയല്ല. ബഗളിൽ നിന്ന് വന്ന ദൂതൻ, ഇനി എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, അവിടെ വച്ച മുദ്ര റോമൻ സാമ്രാജ്യത്തിന്റെ ദൂതന്മാർ വെച്ചതാ. അതിനെ റോമാക്കാർക്ക് പേടിയാ, ശരിയല്ലേ? പക്ഷെ മുകളിൽ നിന്ന് വന്ന ദൂതൻ അത് റോമൻ സാമ്രാജ്യത്തിന്റെ ആളല്ല. പിന്നെ അവൻ ആരാ? അവനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു, അവൻ രാജാവെന്നല്ല, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അവനോളം ഇവിടെ ആരുമില്ല. സകലത്തെയും നിർമ്മിച്ചവൻ, സകല അധികാരങ്ങളും അവന്റെ കാൽച്ചുവട്ടിലേയുള്ളൂ. ആ അധികാരത്തിൽ നിന്ന് ഒരുവൻ താഴേക്ക് ഇറങ്ങി വരിക. Come on, receive the glory. ഇന്ന് പകൽ ആ മഹത്വം നിങ്ങളെ തൊടുന്നു. ദൈവശക്തി ഈ രാത്രി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്താൽ ജയം. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേക്കാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെടുന്ന രാത്രി, ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുന്ന രാത്രി. വിശ്വസിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ഇവിടെ ഉള്ളവരല്ലല്ലോ കഴിക്കുന്നേ, മുകളിൽ നിന്ന് ഒരുത്തിനെ ദൈവം വിടാൻ പോവുക. പലരും ഭയന്ന വിഷയങ്ങൾ, ആമേൻ, കല്ലാരുരുട്ടി മാറ്റും. സ്വർഗം പറയുന്നു, നിങ്ങൾ വന്നോ, ഞാൻ മുകളിൽ നാളെ ഇറക്കും, ഉയരത്തി നാള് വരും. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന ഇടത്ത് ദൂതൻ കയറി ഇരിക്കാൻ പോവുക. അതിന്റെ അർത്ഥം ദൂതൻ ഇരിക്കുന്നു ഉണ്ടെങ്കിൽ ഇനി ആരും അതിനെ മുദ്രവയ്ക്കാൻ വരത്തില്ല. പൊട്ടിച്ചവനെ നാട്ടുകാർക്ക് പേടിയാ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് ആശയം പിടികിട്ടുന്നുണ്ട്? ദൂതൻ അതിനെ പൊട്ടിച്ചെങ്കിൽ, ദൂതൻ അതിനെ ഉരുട്ടിയെങ്കിൽ കാവൽക്കാർക്ക് തിരിച്ചു തൊടാൻ ഭയമാ. ഓ യെസ് 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 യെസ്. ഇവിടത്തെ ചില കാവലുകൾ അത് ഭയക്കാൻ പോവുക. ഇവിടത്തെ ചില കാവലുകൾ അത് 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 ഭയന്ന് മാറാൻ പോവുക. യേശുവിന്റെ നാമത്താൽ ജയം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി പറയുന്നു, ഇവിടത്തെ ചില കാവലുകൾ നിന്റെ മുൻപ് ആരാ നിനക്ക് കാവല് വെച്ച്? ആരാ നിനക്ക് കാവല് നിൽക്കുന്നത്? നീ പ്രതീക്ഷിക്കാത്ത ഒരുവൻ ഉയരത്തിൽ നിന്ന് വെളിപ്പെടാൻ പോവുക. നിന്റെ പ്രോപ്പർട്ടിക്കോ, നിന്റെ വീടിനോ, നിന്റെ സമ്പത്തിനോ, നിന്റെ കൃഷിക്കോ ആരെങ്കിലും കാവൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ഇതിലപ്പുറം നീ ബലപ്പെടണ്ടെന്ന് പറഞ്ഞ് നിനക്ക് മേൽ ആരെങ്കിലും മുദ്ര വച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ദൈവശക്തി ഉയരത്തിൽ നിന്ന് ചിലതിനെ പൊട്ടിക്കുന്ന രാത്രി. ഓ യെസ്, റിസീവ് ദ പവർ. ദൈവശക്തിയെ ഈ രാത്രിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവജന ഈ രാത്രി സ്വീകരിക്കട്ടെ. റിസീവ് ദ ഫയർ. യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടുന്ന രാത്രി. ഇന്ന് രാത്രി മഹത്വം വെളിപ്പെടുന്ന രാത്രി. ചില വ്യക്തികളോട് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. യേശുവിന്റെ മഹത്വം നിന്റെ മുൻപിൽ ഉരുട്ടി വച്ചേക്കുന്ന ചില കല്ലുകളെ ഇന്ന് പകൽ സ്വർഗം അതിന് തൊടുക. യെസ് 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 യെസ്. റിസീവ് ദ ഫയർ. തൊടുക. Oh, the power of Holy Spirit. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇടപെടുന്ന രാത്രി. നിനക്ക് വേണ്ടി ഇടപെടുന്ന രാത്രി. ഓ, നിനക്ക് വേണ്ടി ഇടപെടുന്ന രാത്രി. ആരും തൊടാത്ത ചില സബ്ജക്റ്റുകളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് തൊടുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് തൊടുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുന്നു. Yes, receive the power. Oh, തൊടുക തൊടുക തൊടുക. ദൈവശക്തിയെ ഈ രാത്രി സ്വീകരിച്ചോ. ഓ റബബബ ശെഖേനിയ.
യെസ്, നിനക്ക് വേണ്ടി ചില കല്ലുകളെ ഉരുട്ടി നീക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഈ രാത്രി സംഭവിക്കുന്നു. ഓ യെസ് 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 യെസ്. മകത്വം തൊടുക സിസ്റ്റർ, മകത്വം തൊടുക, മകത്വം തൊടുക, മകത്വം തൊടുക. തൊടുക തൊടുക തൊടുക. നിന്റെ വിശ്വാസത്തെ കാണുന്ന ദൈവം ഇന്നൊരു രാത്രിയിൽ നിന്റെ മേൽ ഇറങ്ങി വരിക, നിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരിക. യെസ് 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 യെസ്. ഓ receive the anointing. ദൈവശക്തിയെ ഇന്ന് രാത്രി സ്വീകരിക്കുക. യെസ് ബ്രദർ, നിന്റെ ജോലിയുടെ മുമ്പിൽ ഉരുട്ടി വച്ചേക്കുന്ന കല്ലുകൾ. ഓ യെസ് 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 യെസ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിച്ചോ. ആർക്കും ഉരുട്ടാൻ കഴിയാത്ത ചിലതിന് ഇന്ന് രാത്രിയിൽ ദൂതൻ ഇറങ്ങി വരിക, ഇറങ്ങി വരിക. ഓ ദൂതൻ ഇറങ്ങി വരിക. ആത്മസാന്നിധ്യം നിങ്ങൾ തൊടുക. യെസ് 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 യെസ്. നന്മയകത്തും നിങ്ങൾ പുറത്തുമല്ല. നിങ്ങൾ ചിലത് കാണാൻ പോവുക. ഓ കാണാൻ കാണാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്നു. ഓ യെസ് 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 യെസ്. റിസീവ് ദ പവർ. ഓ മകത്വം തൊടുക, മകത്വം തൊടുക. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ സ്വർഗം നിറയ്ക്കുക, നിറയ്ക്കുക. നിന്റെ കുടുംബത്തിന്റെ പരാജയങ്ങൾ പലപ്പോഴും പിടിക്കുന്ന പോലെ നിൽക്കുന്നില്ല, പലതും പരാജയപ്പെടുന്നു. ഇന്നൊരു രാത്രിയിൽ കാവൽക്കാരെ സ്വർഗം പുറത്താക്കുക, ചില മുദ്രകൾ അഴിയുക. ഓ ഓ ഓ ഓ ഓ ഓ ഓ. മകത്വം തൊടുന്നു, മകത്വം തൊടുന്നു. തൊടുക 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 തൊടുക. മകത്വം തൊടുക. ഓ യെസ് 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 യെസ്. റിസീവ് ദ അനോയിന്റിംഗ്. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. ഓ ഓ യെസ് 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 യെസ്. കൃപ വെളിപ്പെടട്ടെ, കൃപ വെളിപ്പെടട്ടെ. ഓ ഹോളി സ്പിരിറ്റ്. In mighty name of Jesus. ചില മുദ്രകൾ ഇന്ന് രാത്രിയിൽ ഉടയട്ടെ. ആ കല്ല് നീക്കത്തില്ലെന്ന് വിധി പറഞ്ഞ ചില മുദ്രകളുടെ മേൽ ഇന്ന് രാത്രി ദൂതം വരിക. Yes, 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 yes. Yes, the Holy Fire of Holy Spirit. ദൂതൻ ഇറങ്ങി വരിക. ചില കല്ലുകൾ മാറും സിസ്റ്ററെ. ഓ യെസ് യെസ്. ചില കല്ലുകൾ ഉരുളും. ഓ കേട്ട് കേൾവിയല്ലത്, ഈ ദിവസങ്ങളിൽ സംഭവിക്കും. Receive the power of Holy Spirit. Yes. Oh, mighty power. ചില കല്ലുകൾ ഉരുളട്ടെ. Oh, mighty mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീക്കാൻ കഴിയാത്ത ചില കല്ലുകളെ ഇന്ന് രാത്രി സ്വർഗം നീക്കാൻ പോവുക. ദൂതനെ ഇറക്കി. ഓ receive the power. Yes, 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 yes. ദൂതൻ ഇറങ്ങി ചില വിഷയങ്ങളുടെ മേൽ ആധിപത്യം എടുക്കാൻ പോവുക. Holy Spirit. ചിലതിന്റെ മേൽ ചില ജയങ്ങൾ സംഭവിക്കാനുണ്ട്, ചില ജയങ്ങൾ സംഭവിക്കാനുണ്ട്, ജയങ്ങൾ സംഭവിക്കാനുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കൈമാറുന്നു. ആ വിഷയ ദൂതൻ ഏറ്റെടുക്കാൻ പോവുക. മനുഷ്യനെ തൊടാൻ ഭയക്കുന്ന ചില മുദ്രകൾ, നാം ചിന്തിച്ചിട്ട് മാറാത്ത ചില മുദ്രകൾ, നമ്മൾ ശ്രമിച്ചിട്ട് അഴിയാത്ത ചിലത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൂതൻ
ആ വിഷയത്തെ ഏറ്റെടുക്കുക. യെസ് ബ്രദർ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഫലങ്ങൾക്ക് വേണ്ടി ആ ദേശത്തിന്റെ നടുവിൽ പൈശാചിക മണ്ഡലങ്ങൾ വച്ചേക്കുന്ന ചില മുദ്രകളെ മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക. ഒരതിര് കൽപ്പിച്ച് അതിനകത്തുനിന്ന് പുറത്തു പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൂതൻ വഴി തുറക്കുക. ഓ, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച മഗ്ദലന മറിയം കണ്ടതുപോലെ കല്ലുരുട്ടിയിട്ട് അതിന്റെ മേൽ ഇരിക്കുന്ന പ്രവൃത്തി. ഓ, ചില കല്ലുകൾ നിങ്ങൾ ഇന്ന് രാത്രി അത് ഉരുണ്ടു മാറാൻ പോവുക. അകത്തെ വിഷയം കാണാൻ കഴിയാതെ കിടക്കുവല്ലേ? ഇന്ന് രാത്രി ചിലത് നിങ്ങൾ കാണും. ഇന്ന് രാത്രി നിങ്ങൾ കാണുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ മഹത്വം നമ്മുടെ നടുവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ചില മുദ്രകൾ ഇന്ന് രാത്രി അത് ബ്രേക്ക് ആകാൻ പോവുക.